ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ 1 മണിയായി. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ സൺഡേ ദിനാശംസകൾ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഉറങ്ങാൻ തീരെ പറ്റിയില്ല, കാരണം പപ്പ ഉണ്ടായിരുന്നു. പപ്പ ഇല്ലെങ്കിൽ ഞാനത് 1 മണി 12 മണി വരെയൊക്കെ എനിക്ക് തോന്നുന്ന പോലെ ഉറങ്ങും, കാരണം സൺഡേ ആണല്ലോ. പിന്നെ നമ്മൾ എഴുന്നേറ്റ് ലഞ്ചിനുള്ളതാക്കത്തേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമുക്ക് സൺഡേയിൽ ആവശ്യമില്ല. ഈ ഫോൺ പക്ഷെ പപ്പ ഇന്നുള്ളതുകൊണ്ട് പപ്പയ്ക്ക് രാവിലെ ചായയും കഴിക്കാനൊക്കെ വേണം. അതുകൊണ്ട് പപ്പ ഇങ്ങനെ രാവിലെ തൊട്ട് അവിടെ ഇവിടെയൊക്കെ നടന്ന് അനക്കി സൗണ്ട് ഉണ്ടാക്കി അതും എടുത്ത് ബാത്റൂമിലേക്ക് കയറി പൈപ്പൊക്കെ ഓണിച്ചിട്ട് തന്നെ അലട്ടി. അപ്പം ഞാനതൊരു 10 മണിയായപ്പോഴത്തേക്ക് എന്തെങ്കിലും ആട്ടം നേരിച്ചങ്ങ് എഴുന്നേറ്റ് പിന്നെ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചായ ഇട്ട് ഒരു ചപ്പാത്തിയും പിന്നെ തട്ടിക്കൂട്ടൊരു മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കരുതി നമുക്ക് ഇന്നത്തെ ഒരു ലഞ്ചിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന്. ഇന്ന് സൺഡേ ആണല്ലോ, അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് കുക്ക് ചെയ്യാൻ. ബ്ലിസ് വീട്ടിൽ പോയിക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു പഴയതുപോലെ ഞാൻ കുക്ക് ചെയ്യുന്നൊക്കെ ഒരു വീഡിയോ എടുക്കാം. ഇന്ന് സൺഡേ ആയിട്ട് നമ്മുടെ ലഞ്ചിന് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. ഇന്നലെ രാത്രി നമുക്ക് നല്ല ഡിന്നറായിരുന്നു. പപ്പ വരുമ്പോൾ നമ്മൾ കപ്പ കുഴയ്ക്കും. പപ്പയാണ് അതെല്ലാം ചെയ്യുന്നത്. കപ്പ കുഴച്ചതും ഞാൻ മീൻകറി ഉണ്ടാക്കി, മീനൊക്കെ വറുത്ത് നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ കപ്പ അങ്ങനെ കഴിക്കും, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ പീസാക്കി വെള്ള കളറിൽ പുഴുങ്ങുന്ന ഇഷ്ടം, ഇങ്ങനെ കഷ്ണം പോലെ. എന്നിട്ട് നമ്മൾ ഉള്ളി മുളകൊക്കെ മിക്സിയിൽ അരച്ച് എണ്ണയൊക്കെ ഒഴിച്ചൊരു ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, അതും കൂട്ടി അങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അല്ലാണ്ട് ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ കുഴയ്ക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ പപ്പ അത് ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇത്ര ആക്രാന്തത്തോടെ കഴിക്കുന്നത്. ആ ചൂടോടൊപ്പം ഇറക്കി അങ്ങോട്ട് വയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കോരി കഴിക്കും. ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. എനിക്ക് മീൻകറിയും ഒന്നും വേണ്ട, ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം നല്ലതായിരുന്നു. അതിന് കുറച്ച് ബാലൻസ് നമ്മൾ ഇന്നത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് വെക്കാമെന്ന് വിചാരിക്കുന്നത് കുറച്ച് ചാള നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു തേങ്ങാക്കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം അച്ചേട്ടന് കുറച്ചുകൂടെ മുളക് കറിയെക്കാട്ടിലും ഇഷ്ടം തേങ്ങാക്കറിയാണ്. സോ അത് തേങ്ങാക്കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ഹൈലൈറ്റ് ഐറ്റം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കൊഴുവ ഉണ്ടല്ലോ, അത് കുഞ്ഞിക്കൊഴുവ. ഞാൻ ഈ എറണാകുളത്ത് വന്നതിന് ശേഷം അത് കഴിക്കുന്നത്. കുഞ്ഞിക്കൊഴുവ കിട്ടും. അതിങ്ങനെ ഒരു കറി, ഒരു ഫ്രൈ പോലെ ചെയ്തിങ്ങനെ ഒരു തോരൻ പോലെ ഒരു സംഭവം ചെയ്യും. അത് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അറിയായിരിക്കും. ഞങ്ങളുടെയൊക്കെ അടുത്തിട്ട് കായംകുളത്തൊന്നും ഞാനത് കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലൊന്നും അത് വെക്കാറില്ല. കൊഴുവ വറക്കാറുണ്ട്. അത് എന്താണ് ഉണക്കമീനല്ല, പച്ചയ്ക്കുള്ള മീൻ ഇങ്ങനെ വറുത്ത് കഴിക്കാറുണ്ട്. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഓഫീസിലെ എല്ലാവരും ലഞ്ചിന് ഇത് കൊണ്ടുവരും. സോ ഇതിങ്ങനെ ഉപ്പേരി പോലെ പെറുക്കി കഴിക്കാനും ഇതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. പപ്പ ഇങ്ങനെ പറഞ്ഞു, പപ്പ ഇങ്ങനെ അത് വെക്കുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നത്. പപ്പായി മേ ബി കഴിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പം ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും വെച്ച് നമുക്ക് മീൻകറിയും വെക്കാം. പിന്നെ പപ്പടം ഉണ്ട്, ഇന്നത്തെ കുറച്ച് മെഴുക്കുവരട്ടി ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് അതൊക്കെ ആക്കാം. സോ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ഞാൻ ജസ്റ്റ് ഒന്ന് ദേഹം കഴുകി, ഇതെല്ലാം വെക്കേണ്ടതുകൊണ്ടും വീഡിയോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ വേർക്കൊന്ന് ഫാൻ ഇടാത്തതുകൊണ്ട് അപ്പം ഞാനൊന്ന് ദേഹം കഴുകി. അപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ഇനി പറഞ്ഞ ലാഗാക്കുന്നില്ല. സോ ഞാൻ എല്ലാം കുറച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പം ഞാൻ പുളി ഇവിടെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ചാളയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മീൻ ഇതാണ്, കണ്ടോ, ഇതാണ് ആ മീൻ. ഇത് നമ്മളൊന്നും ചെയ്യണ്ട, ഇതിങ്ങനെ തലയും വല്ലതും കളയാനൊന്നുമില്ല, ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. കുറച്ച് പാടായിരുന്നു ഇത് കഴുകാനായിട്ട്. അപ്പോൾ ഇത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിരിക്കുമല്ലോ, ഉലുവ ഇട്ടപ്പോൾ തന്നെ പൊട്ടി. ഇതിൻ്റെ കൂടെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇത് പൊട്ടുന്ന വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ചാള ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയില്ല, അത് ഞാൻ വാങ്ങിക്കാനും വിട്ടു. അത് നമുക്ക് തൽക്കാലം നന്നായിട്ട് ഇട്ടോട്ടെ. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം മുളക് കറി വെക്കുന്നതാണ്. ഈ കറിയെക്കാട്ടിലും എനിക്ക് ഒന്നുകൂടി ഇഷ്ടം മുളക് കറി വെക്കുന്നത്. പിന്നെ അച്ഛന്
എരിവാന്ന് പറയും, അതാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി നമ്മൾ ആദ്യം ഇടും, കാരണം മൂക്കാൻ സമയമെടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. സോ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു കാര്യം ഞാൻ മറന്നുപോയി ഗൈസ്, പച്ചമുളക് ഇടാൻ മറന്നുപോയി. ഇപ്പോഴോർത്ത്, അതാ സവോളയുടെ കൂടുതൽ ഇടണ്ടായിരുന്നു, പക്ഷെ ഓർത്തില്ല. കുഴപ്പമില്ല, ഇപ്പൊ വേണമെങ്കിൽ ഇടാം. നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം കുറച്ചൊന്ന് ഒഴിച്ചത്. ഇതിൽ ഓൾറെഡി ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തേങ്ങയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ സവോളയും തേങ്ങയും കൂടി ഇട്ട് അരച്ചത്. പൊടികളെല്ലാം ഞാൻ ഇതിനകത്താണ് ചേർത്തത്. ഇതൊരു മുളക് കറി പോലെ ആയാലും ശരി. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഒഴിക്കാം. സാധാരണ ഞാൻ ആ തേങ്ങയ്ക്കകത്തോട്ട് ഈ പൊടികളെല്ലാം ഇട്ടങ്ങ് അരയ്ക്കും. ചില സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഞാനാണെങ്കിൽ ഒരു ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഒരാവശ്യമില്ലായിരുന്നു, അതുപോലെ അങ്ങ് വെച്ചാൽ മതിയായിരുന്നു. ഈ പുളിയും കൂടെ നമുക്കിനകത്ത് ഇതിപ്പോ പൊടി ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കുഴപ്പമില്ല, ശരിയാവും. കുറച്ച് വെള്ളം ഒഴിച്ചു. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പക്ഷെ ആ തേങ്ങയുടെ കൂടെ അരച്ചായിരുന്നെങ്കിൽ നല്ലതാന്ന് തോന്നുന്നത്. ഞാൻ യൂട്യൂബ് നോക്കി പാഷൻ കാണിക്കാൻ പോയത്, എനിക്ക് ആവശ്യമില്ലായിരുന്നു. അല്ല, അപ്പൊ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വൃത്തിയാക്കി വെച്ചിരുന്ന ചാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇന്നലെ വാങ്ങിച്ച ചാളയാണ്. അപ്പം ഞാൻ കുറച്ച് മുളക് കറി വെച്ചു, കുറച്ച് വറുത്തു. അപ്പം അതിൻ്റെ ബാലൻസ് ഞാൻ ഇന്ന് വിചാരിച്ചു അച്ചേട്ടന് തേങ്ങാക്കറി ഇഷ്ടമുണ്ട്, നമുക്ക് തേങ്ങ അരച്ച കറിയാക്കാം. ഇതിനി ആവട്ടെ ഗായ്സ്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്, തിളച്ചിട്ടില്ല. അതിനിടയ്ക്ക് നമുക്കൊരു ട്രിപ്പ് കിട്ടി. നമ്മൾ മീൻ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചതും നമ്മുടെ ഗ്യാസ് പടയിൽ നിന്ന് തീർന്നു. ഞാൻ വെച്ച് ഈശ്വര, എൻ്റെ ഹോളിഡേ ലഞ്ച് വീഡിയോ, എൻ്റെ മീൻ ഇതെല്ലാം ഇന്ന് വെള്ളത്തിലാവുന്നു. പക്ഷെ നമ്മൾ താഴത്തെ അങ്കിളുടെ ഇന്ന് സ്പെയർ ഗ്യാസ് ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ച് നമ്മൾ ഫിറ്റ് ചെയ്ത് ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് മീൻ നമ്മൾ വീണ്ടും തിളയ്ക്കാൻ വെച്ചതുള്ളിയോ. ഞങ്ങളങ്ങ് പേടിച്ച്. ഗ്യാസിന് അങ്ങനെ സൗണ്ട് ഉള്ളതാ അതോ? അപ്പോൾ നമ്മൾ ഇപ്പം അടുത്ത ഗ്യാസ് ഫിറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഗോഡ്. അപ്പം നമ്മൾ അടുത്ത ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഈ ചീനിച്ചട്ടിക്കകത്തോട്ട്, എനിക്കിത് ചെയ്യാൻ അറിയത്തില്ല, ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ ഈ മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മീൻ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ അത് വൃത്തിയായിട്ട് നമ്മൾ കഴുകി, അപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം പറ്റി ഇത് നല്ല ഡ്രൈ ആയിട്ട് വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിത്, ഞാനിപ്പോൾ ഈ ചീനിച്ചട്ടിയിലോട്ട് വെറുതെ ചൂടാക്കിയിട്ടാണ്, എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്ക് ഇട്ട് കൊടുക്കാം. ടെൻഷനാണ്, എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ട് പിടിക്കുന്നല്ലോ. വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കും.
വെള്ളം നന്നായിട്ട് വെച്ചാണ്. അപ്പം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ശക്തിയായിട്ട് ഇളക്കും. അപ്പം മീൻകറി ആവുന്നുണ്ട്. മീൻകറിക്ക് നല്ല മണമൊക്കെ വന്നുകൊണ്ട് ഇപ്പം ആ കറി അങ്ങ് പഴയതുപോലെ ഒഴിച്ചപ്പോൾ ആ ഒരു ട്രബിൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ ശരിക്കുള്ള മീൻകറി പോലെ ആയി വരുന്നുണ്ട് കേട്ടോ. ടെൻഷനായിപ്പോയി ഞാനങ്ങ്. അഡ്ജസ്റ്റബിൾ. അങ്ങനെ നമ്മുടെ മീൻകറി ആയിട്ടുണ്ട്. പക്ഷെ ആ സാധനം ഫ്ലോപ്പായി പോയെന്നൊരു ഡൗട്ട്. അത് ആകെപ്പാടെ പൊടിഞ്ഞ് ഒരു പരുവായി. നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നില്ല. പക്ഷെ കുഴപ്പമില്ലല്ലോ, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ. പപ്പ ഇളക്കി കുഴഞ്ഞു. അപ്പോൾ ഞാൻ ഉള്ളിയും ചില്ലി ഫ്ലേക്സും കൂടെ ഇങ്ങനെ ഇട്ട് മിക്സിയിലിട്ട് അടിച്ചു വെച്ചു. ഇത് നമുക്ക് ഇനി ആ മീനിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അത് നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ബ്രൗൺ കളറിൽ വന്നില്ല. നമ്മൾ അതിനകത്തോട്ട് കൊച്ചുള്ളി ചതച്ചതും പിന്നെ ചില്ലി ഫ്ലേക്സും കൂടെ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ടു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലായി മീൻകറി റെഡിയായി. അത് പിന്നെ എനിക്ക് അറിയാവുന്നുണ്ട് നമ്മൾ യൂസ്ഡായി. പക്ഷെ ഇത് ഫസ്റ്റ് ഇതായിട്ട് നമ്മൾ ഫ്ലോപ്പായി പോയെന്നാ തോന്നുന്നു. പക്ഷെ കഴിക്കാം, പക്ഷെ ആ ഒരു മറ്റൊരു ഭംഗി കിട്ടത്തില്ലെന്നേ ഉള്ളൂ. കഷ്ടമായിപ്പോയി. സോ നമുക്ക് ഇതും കൂടെ ഇനി ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗായ്സ്, അപ്പം നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ഇന്നലെ വേവിച്ചതിൻ്റെ ബാക്കി കുറച്ച് കപ്പ ഇരുന്നതാണ്. ഇതാണ് മീൻ. പക്ഷെ പൊടിഞ്ഞു പോയ സാധനം. ഇങ്ങനെ അല്ലായിരുന്നു വരേണ്ടത്, പക്ഷെ പൊടിഞ്ഞു പോയി. പക്ഷെ ടേസ്റ്റ് സെയിം ആണ്. പിന്നെ ഇന്നലത്തെ കുറച്ച് കോവയ്ക്കുണ്ട്, പിന്നെ നല്ല മീൻകറി, പിന്നെ ചോറും. ചോറ് കഴിക്കാം. എനിക്ക് ഇതാണെൻ്റെ കാര്യത്തിലാണ് സംശയം. പക്ഷെ കുറച്ചുകൂടെ കളറ് വന്നേനെ. പക്ഷെ അഡ്ജസ്റ്റബിളാണ്, കുഴപ്പമില്ല. പിന്നെ കുറച്ച് കോവയ്ക്ക, കുറച്ച് ഒപ്പയ്ക്ക് വെച്ചേക്കാം. പിന്നെ നമ്മുടെ മീൻകറി. അയ്യോ വാലെവിടെ? അയ്യോ അത് പുളിയാ, കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ. നമ്മുടെ മീൻകറി ഇങ്ങോട്ട് കൂട്ടിയോട്ട് കുറച്ച് കപ്പ എടുക്കട്ടെ. ഇന്നലെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒന്നും തോന്നറിയത്തില്ല. ഞാൻ കഴിക്കുന്ന കാണിക്കും. ഞാൻ കാണാൻ കൊള്ളാവോ വീഡിയോയില്? പുളി അങ്ങോട്ട് പിരിഞ്ഞെടുക്കണം നമ്മൾ. നല്ല മീൻകറി. സോറി പപ്പ, എങ്ങനുണ്ട് പപ്പ? എങ്ങനുണ്ട് പപ്പ? പപ്പ എങ്ങനുണ്ട് ചോറും മീൻകറിയും? എങ്ങനെ ഇരിക്കുന്നു? ഇല്ല, കുഴപ്പമില്ല. ചമ്മന്തിപ്പൊടി പോലെ ആയല്ലേ ഈ സാധനം. ഷോ സാരമില്ല. ചൂടപ്പൊടിയല്ലേ, സോഡാപ്പൊടി. ചേട്ടാ അത് കഴിച്ചേ. ഗൈസ്, അങ്ങനെ നമ്മൾ ചോറുണ്ടിട്ട് അവിടെ ഒരു ഓറഞ്ച് ബ്രഷ് ഇരിപ്പുണ്ട്, എടുത്ത് കഴുകും. പറഞ്ഞു ചേട്ടാ ഇങ്ങോട്ട് വന്നേ. ഞാൻ കുളിച്ചതാ, ചേട്ടൻ ഇങ്ങ വന്നേ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കഴുകണ്ടേന്ന്. അങ്ങനല്ലേ അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പൊ നമ്മള് ചോറ് കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ ആ മീൻ അങ്ങോട്ട് ശരിയായില്ല. അത് ശരിക്കും മീൻ പോലെ തന്നെ ഇങ്ങനെ ചിപ്സ് പോലെ കിടക്കണം. പക്ഷെ അതങ്ങനെ കിടന്നില്ല. കാരണം നമ്മള് വെള്ളം കൂടിപ്പോയിട്ട് അതെന്തോ പോലെ ഇപ്പൊ ഓൾറെഡി അത് കുഞ്ഞു മീൻ. അച്ചേട്ടാ അത് കഴുകണം. അപ്പം അങ്ങനൊരു സീനായി പോയി. അപ്പം സാരമില്ല. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരി നമ്മളെന്തായാലും കഴിച്ചു. കോൺസെൻട്രേഷൻ കളയല്ലേ. നമ്മൾ കഴിച്ചു, ചോറൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മുടെ ഇന്നത്തെ ലഞ്ച് അതായിരുന്നു. രാത്രി വേറെ അച്ഛൻ്റെ രാത്രി നമുക്ക് എന്താ കഴിക്കും? പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചാലോ? ഇപ്പോൾ രാത്രി നമുക്ക് എന്തെങ്കിലും കഴിക്കണം. വൈകിട്ട് ചായ കുടിക്കണം. ചായ അല്ല, ചോറ് നമ്മൾ കഴിച്ചപ്പോൾ തന്നെ ഇപ്പോൾ എത്ര മണിയാണ്? 3 മണി എന്തോ ആയി. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച്. പപ്പടം കൂടെ വറക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം അങ്ങ് എണ്ണയല്ല. മീൻ വറുത്തത് എണ്ണയായിരുന്നു. മെഴുക്കുവരട്ടിയുണ്ട്. ശല്യമാണല്ലോ അങ്ങ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച്. നല്ലതായിരുന്നു. അച്ചുവേട്ടന് വേണ്ടിയിട്ടാണ് നമ്മൾ മീൻകറി വെച്ചത്. പക്ഷെ അച്ചുവേട്ടൻ ചോറ് കഴിച്ചില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ കഴിച്ചോളൂ. സോ കുഴപ്പമില്ല.
അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. എനിക്ക് വേറൊരു വീഡിയോ കൂടെ എടുക്കാൻ പ്ലാൻ ഉണ്ട്. സോ ഞാൻ അതൊന്ന് നോക്കട്ടെ. സോ ടാറ്റാ ബൈ ബൈ. എല്ലാവർക്കും സൺഡേ ആയിട്ടപ്പോൾ ഇന്ന് വൈകിട്ടൊക്കെ പരിപാടി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കുറേ നാളായി പടത്തിനൊക്കെ പോയിട്ട് നല്ല പടമൊന്നും ഇറങ്ങാത്തതുകൊണ്ട് നമ്മൾ പടത്തിനൊന്നും പോകുന്നില്ല. സോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണം ഇനി, അങ്ങനെ കുറച്ച് പ്ലാനുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യാണ്. അപ്പോൾ ടാറ്റാ ബൈ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരു സെക്കൻഡ് പപ്പയും കൂടി കാണിച്ചു തരാം. പപ്പ കിടന്ന് ചരിഞ്ഞ് ചോറിണ്ടിട്ട് ഒരു ബൈ പറയൂ. ഇങ്ങനെ കാണിക്ക് കുറച്ചു നേരം. പക്ഷെ എൻ്റെ മുഖത്ത് പിടിക്കില്ലേ, പക്ഷെ പപ്പയുടെ മുഖത്ത് പിടിക്കില്ലേ. നാളെ ഇവിടെ പിടിക്കേ.